അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിന്റെ നമസ്കാരം നീ നല്ലതുപോലെ നിറവേറ്റിയാൽ ഈ അശ്ലീലമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും മുഴുവൻ നിന്റെ ജീവിതത്തിൽ നിന്നും തനിയെ അങ്ങ് മാറിപ്പോയിക്കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അവസ്ഥ നിന്നിലേക്ക് വന്നു ചേരും. ബഹുമാനമുള്ളവരെ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് നാം ആ അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നില്ല? ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഈ ദുനിയാവും അല്ലാഹു തആല നമുക്ക് നൽകിയതാണ്. അതിനകത്തെ കുറിച്ച് സമ്പത്ത് വന്നു, എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നില്ല? അല്ലാഹുവിന് വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന് വേണ്ടി ശുക്ർ പറയുന്നതിന് തുല്യമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷെ മനുഷ്യരാകുന്ന നാം ഇന്ന് വളരെ അധപ്പതനത്തിന്റെ കുത്തുവെക്കിലാണ്. അതല്ല അല്ലാഹു തആല പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ആദിയാതി ലബ്ഹാ ഫൽ മൂരിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യർ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ അവൻ നന്ദികേടാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവനക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, അതിന്റെ പേർക്ക് അവൻ നന്ദി പറയുന്നില്ല. അല്ലെങ്കിൽ അവന്റെ മോനിക്ക് അസുഖം വന്നു, ആ അസുഖം മാറിയതിന്റെ പേര് അൽഹംദുലില്ലാഹ് അവൻ പറയുന്നില്ല. പക്ഷേ മനുഷ്യരിങ്ങനെ നന്ദി കെട്ടവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയാണ്. എന്നാൽ വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി ومن في الأرض من دابة والملائكة وهم لا يستكبرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൂടി പറയാണ്, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ആകാശങ്ങളിലും അതുപോലെ ഈ ഭൂമിയിലും അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന മാലാഖമാരും മൃഗങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത മനുഷ്യരാകുന്ന നാം അല്ലാഹുവിനോട് നന്ദികേടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനമുള്ളവരെ, നമ്മളെ വെറുതെ ഇങ്ങോട്ട് പിന്നെ സൃഷ്ടിച്ചു വിട്ടതല്ല. അല്ലാഹ് ചോദിക്കുന്നത് കണ്ടോ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് ചിന്തിക്കുന്നോ എന്ന് നിങ്ങൾ കരുതുകയാണോ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. അതിനകത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ല, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമി ലോകത്ത് നാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്റെ ബഹുമാനമുള്ളവരെ, ഒരു കാര്യം പറയാം, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കണ്ണ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ കണ്ണ്, ആ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വിലയറിയൂ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാൻ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. എന്താ സഹോദരങ്ങളെ, ചിന്തിച്ചോ? അല്ലാഹ് പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണ് നാം തന്നിട്ടില്ലേ? വലിസാന, ഒരു നാക്കിനെയും തന്നിട്ടില്ലേ? എന്നാൽ രണ്ട് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകിയ കണ്ണുണ്ടല്ലോ, ഓ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത് എവിടെയെന്നറിയോ? അന്യ പെണ്ണിന്റെ തുടിപ്പുള്ള വെളുപ്പുള്ള പാവങ്ങളിലേക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള കണ്ണുകൊണ്ട് നോക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൊന്നുമോനെ, അത് ഹറാമിയത്തിന്റെ നോട്ടമല്ലേ? അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത നോട്ടമല്ലേ? അല്ലാഹു തആല നമുക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണ് എന്നതിന്റെ
മുഴുവനെന്നറിയോ? ഈ ഭൂമി ലോകത്തുള്ള ഈ അന്ധകടാങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചൊന്ന് ഓർക്കാനാണ്. ആകാശത്തിലേക്ക് നീ എന്ത് നോക്കുമോനെ? ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് രീതിക്കാണ്? ആ കടലിലേക്ക് നീ എന്ന് നോക്കുമോനെ? ആ കടൽ അല്ലാഹു തആല പരിപാലിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? നിനക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തആല സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നപ്പോ ആ കണ്ണുകൊണ്ട് ഒരു അശ്ലീലമായിട്ടുള്ള സിനിമാ പോസ്റ്ററിലേക്ക് നീ നോക്കല്ല് കേട്ടോ. വൃത്തികേടിലേക്ക് നീ നിന്റെ കണ്ണിനെ പായിപ്പിക്കല്ല് കേട്ടോ. അല്ലാ പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ. എന്തിനാണ് അല്ലാഹു തആല കണ്ണിനെ കുറിച്ച് പറയുന്നത് എന്നറിയോ? ഈ കണ്ണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഈ കണ്ണിന് പകരം നിങ്ങൾ എനിക്ക് എന്താ ചെയ്യുന്നത്? അല്ലാഹു തആല സുന്ദരമാക്കപ്പെട്ട കണ്ണ് തന്നു. ഈ കണ്ണുകൊണ്ട് നാം എന്താണ് ചെയ്യുന്നത്? കണ്ണുകളും പാചങ്ങളാണോ? പൂർണ്ണനിലാവാണോ? മനസ്സകമിൽ മായുന്ന പൂന്തണിയാണോ? അജബോ വന്നരുളോ സ്നേഹപ്പൻ താരകമാണോ? പുണ്യനില പൂമുള്ള പൂത്തുവിഷു കാറ്റുള്ള പൂമരമോ പൂൻ തന്നല് പൂർണ്ണനിലാവോ നബിയോ ചെയ്തവർ തങ്ങളോ മുസ്തഫയാണോ? ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി തങ്ങൾ പോലെ സഹാബാക്കളെ ഒരു വേള വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സഹാബത്തേ, നിങ്ങൾക്ക് അല്ലാഹു തആല കണ്ണ് തന്നല്ലോ. ആ കണ്ണിന് പകരമെങ്കിൽ അല്ലാഹുവിന് വേണ്ടി വന്ന് ഇബാദത്ത് ചെയ്യ് സഹാബത്തേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി വലിസാനം വശഫതൈ. സുന്ദരമാക്കപ്പെട്ടൊരു നാവ് തന്നല്ലോ, രണ്ട് ചുണ്ടും തന്നല്ലോ. ആ ചുണ്ടില്ലെങ്കിൽ നമ്മുടെ കോലം നല്ല രസമായിരിക്കും അല്ലേ? ചുണ്ടില്ലെങ്കിൽ നമ്മുടെ കോലം വല്ലാത്ത രസമായിരിക്കും. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എന്നാൽ നിനക്ക് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യലാണ്. അതിന് ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞു, എന്താണ്? അതാ പൊന്നുമോനെ, നീ നമസ്കാരം മുറ പോലെ നിർവഹിച്ചോ. അത് അല്ലാഹു തആല എന്റെ ശരീരത്തിന് ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു അംശമെങ്കിലുമായി മാറും. അത് മൊത്തമായി മാറൂന്നല്ല, മൊത്തമായിട്ട് മാറൂന്നല്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ ഒരല്പമായി മാറുമെന്നാണ് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, أن من حافظ على الصلاة أكرمه الله تعالى بخمس خصال. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നമസ്കാരത്തെ യഥാർത്ഥമായിട്ട് സൂക്ഷിച്ചവന് 5 കാര്യങ്ങൾ കൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവനെ ബഹുമാനിക്കും. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, യർഫഉ അൻഹു ലീഖൽ ഐഷ്. അവന്റെ ജീവിതത്തിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കുടിസാക്കപ്പെട്ട എല്ലാ പ്രയാസങ്ങളെയും അങ്ങ് മാറ്റിക്കളയും. ബഹുമാനമുള്ളവർ, ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഒന്നുകിൽ നമുക്ക് പനി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അസുഖം, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് അസുഖം, ഇങ്ങനെ തുടങ്ങിയുള്ള പലർക്കും അസുഖമായി മാറുന്നു. എന്താണ് കാരണം? കാരണം എന്താ? നമുക്ക് നമസ്കാരമില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, അല്ലാഹുവിനെ കുറിച്ചൊരു ചിന്തയില്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വയറുവേദനയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്ത ഒരു നിമിഷം നമുക്ക് ആർക്കും വേണ്ട. വാഹനത്തിൽ കയറിയാലും ഇരിക്കുന്ന ഇരിപ്പിടത്തിലായിരുന്നാലും ഈ സമയത്ത് ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ട് വാള് കേൾക്കുമ്പോഴായിരുന്നാലും ഒക്കെ അല്ലാഹ് എന്നുള്ളൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വയറുവേദനയാണ്.
വല്ലാത്ത വയറുവേദന. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് വല്ലാത്ത വയറുവേദന, എനിക്ക് എന്തെങ്കിലും ഒരു വഴി അവിടെ നിന്ന് കാട്ടിത്തരണേ അല്ലാഹ് എന്ന് രണ്ട് പിടിച്ചുകൊണ്ട് സിട്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹു തആല പറഞ്ഞു, മൂസ, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു മരുഭൂമി കാണാം, അവിടെ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല നീ പറിച്ചുകൊണ്ട് ബിസ്മിയും പറഞ്ഞുകൊണ്ട് നീ കഴിക്കുക. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് ചെന്നു, ആ ചെടിയുടെ ഇല പറിച്ചു കഴിച്ചു. വയറ്റിന്റെ വേദന മാറി, അസുഖം മാറി. എന്നാൽ കുറെ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ അസുഖം വന്നു. ബഹുമാനപ്പെട്ട ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നേരെ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നത് എന്നറിയോ? ആ മണലാരുണ്യത്തിലേക്കാണ് ഓടുന്നത്. ആ മണലാരുണ്യത്തിലേക്ക് ചെല്ലുന്ന ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു കൊടുത്ത ഇലയുണ്ടല്ലോ, ആ ഇലയങ്ങ് പറിച്ചു കഴിക്കുന്നു. തത്സമയം അവിടുന്ന് വയറുവേദന കൂടുന്നു. ആദ്യം അല്ലാഹു തആല പറഞ്ഞു, ആ ഇല നീ എടുത്ത് കഴിച്ചാൽ നിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എടുത്ത് കഴിച്ചു, രോഗം മാറി. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും മിണ്ടി ഒറ്റപ്പോക്കാണ് ഇവിടേക്ക് മരുഭൂമിയിലേക്ക്. അവിടെ ചെന്നിട്ട് ഇലവറുത്ത് ഭക്ഷിച്ചു, വയറുവേദന കൂടി. വല്ലാത്ത വയറുവേദന. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും വയ്യ. കിടക്കുമ്പോ തോന്നും ഇരിക്കാന്ന്, ഇരിക്കുമ്പോ തോന്നും നിൽക്കാമെന്ന്. ഇങ്ങനെയുള്ള വല്ലാത്തൊരു വേദലാതി, ഒരാവലാതി കടന്നുകൂടിയപ്പോൾ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പഴയ ശീലം തുടങ്ങി. അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് വല്ലാത്ത വയറുവേദനയാണ്, എനിക്ക് വല്ലാത്ത വേദനയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. അതുകൊണ്ട് തമ്പുരാനേ, എന്റെ വയറുവേദന നീ എന്ന മാറ്റല്ല എന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു, മൂസ, നീ എന്നോട് വാക്ക് പറയാതെ നിന്റെ രോഗം ആ ഇല പറിച്ചു കഴിച്ചാൽ മാറുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ആ ഇല നീ പറിച്ചു കഴിച്ചല്ല മൂസ. അതുകൊണ്ട് മൂസ, ആ ഇലയോട് നിന്റെ രോഗത്തെ മാറ്റിത്തരാ നീ പറഞ്ഞോ മൂസ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞപ്പോൾ വിഷമം കൂടി. വല്ലാത്ത വേദന, വല്ലാത്ത പ്രയാസം, കരഞ്ഞുപോയി, സങ്കടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സദാസമയത്തും അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്ത വേണം. നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു സൗഭാഗ്യം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് അള്ളാഹു ആണല്ലോ. എനിക്ക് ഇത്രത്തോളം സൗഭാഗ്യം എനിക്ക് തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ. നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അൽഹംദുലില്ലാ, എന്റെ മക്കൾ ഇവിടെ കൊണ്ടെത്തിച്ചത് അള്ളാഹു ആണല്ലോ. അതേപോലെ തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത വേണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്നാമതെന്താ? ഒരാൾ യഥാർത്ഥമായിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്നും പ്രയാസങ്ങളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അങ്ങ് മാറ്റിക്കളയും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാരനിബീന
ചെയ്യുന്നതെന്നാ